എന്ന കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെമിസ്ട്രിയിൽ നമുക്ക് 14 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ഓരോ ചാപ്റ്ററിലെയും അത്യാവശ്യം നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രോബ്ലം ബേസ് ചെയ്തായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ്. അവിടെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്, അറ്റോമിക് മാസ് എന്താണ്, അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെ, അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തിട്ട് നിശ്ചിത ഗ്രാം എലമെൻറ്റ് തന്നിരുന്നാൽ അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതുപോലെ മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ് ഉപയോഗിച്ചുകൊണ്ട് നിശ്ചിത ഗ്രാം കോമ്പൗണ്ട് തന്നിരുന്നാൽ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം അതുപോലെ ആറ്റങ്ങളുടെ എണ്ണം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗേ-ലൂസാക്സ് ലോ, അവഗാഡ്രോസ് ലോ, ഇത്രയുമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൽ എല്ലാ ലോയുടെയും സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ എക്സാമ്പിൾസും നന്നായി പഠിച്ചിരിക്കണം. ദെൻ ലിമിറ്റ് റിയാക്റ്റൻ്റ് എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ലിമിറ്റ് റിയാക്റ്റൻ്റ് വെച്ചുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. അപ്പോൾ നൈട്രൈനും ഹൈഡ്രൈനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ഹൈഡ്രൈനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന പ്രോസസ്സോ അതുപോലുള്ള ചെറിയ പ്രോസസ്സുകളെ ബേസ് ചെയ്തായിരിക്കും പ്രോബ്ലം ചോദിക്കുന്നത്. ദെൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എന്താണ്, ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിരുന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് എംപിരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് അതിനെ എങ്ങനെ മോളിക്കുലർ ഫോർമുലയായിട്ട് കൺവെർട്ട് ചെയ്യാം, അങ്ങനെയുള്ള പ്രോബ്ലംസും പരീക്ഷ ചോദിച്ചുള്ളതാണ്. ദെൻ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ആ യൂണിറ്റുകളെ ബേസ് ചെയ്തും ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. അതിൽ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കുകയാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറിൽ റുദർഫോർഡ് ആറ്റം മോഡൽ മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. റുദർഫോർഡ് ആറ്റം മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെൻറ്റ്, റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ മെയിൻ പോയിൻറ്റ്സ്, അതിൻ്റെ ഡീമെറിറ്റ്സ്, റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്സ്, അത്രയും കാര്യങ്ങൾ വേണം അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ദെൻ ബോർ ആറ്റം മോഡലിൻ്റെ മെയിൻ പോയിൻറ്റ്സ്, അതുപോലെ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ്, അതിൻ്റെ ഡീമെറിറ്റ്സ്, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ്, അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ്, വേവ് ലെങ്ത്, അതുപോലെ ഫ്രീക്വൻസി, വെലോസിറ്റി, ഇവ തമ്മിലുള്ള ഇൻ്റർ റിലേഷനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വളരെ പ്രധാനമായിട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ബോർ തിയറി വെച്ച് വിശദീകരിക്കണം. അതിൻ്റെ പടം വരയ്ക്കാനും മറ്റുമൊക്കെ പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ ഓരോ ലൈനിൻ്റെയും വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. റിഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദെൻ ക്വാണ്ടം നമ്പേഴ്സ്. ഒരാറ്റത്തിലെ ഓരോ ഇലക്ട്രോണിൻ്റെയും എനർജിയും അതിൻ്റെ മെയിൻ ഷെൽ, സബ് ഷെൽ, അതിൻ്റെ സ്പിൻ മൂവ്മെൻറ്റ്, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറുകളാണ് ക്വാണ്ടം നമ്പേഴ്സ്. ആ ക്വാണ്ടം നമ്പേഴ്സ് ഒന്നിൽ നിന്നും അടുത്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട ചില റൂളുകളുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തുള്ള റൂളുകൾ, ആഫ്ബ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതെല്ലാം പഠിക്കണം. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പ്രധാനമായിട്ടും രണ്ട് ആറ്റങ്ങളുടെ കോൺഫിഗറേഷനുള്ള വ്യത്യാസവും നമുക്ക് എക്സെപ്ഷണൽ കേസ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളതാണ്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം, ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. സാധാരണ ഇതിൽ ഒരു 5 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് കൂടുതലും വരാവുന്നതാണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് അതിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അതിൽ മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്താണ്, മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡിഫക്റ്റുകൾ എന്താണ്, ദെൻ മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, മെൻഡലീവ്സ് പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മോഡേൺ പീരിയോഡിക് ടേബിൾ,
അതുപോലെ ഗ്രൂപ്പുകൾ, പീരീഡുകൾ, അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം. ഗ്രൂപ്പുകളെക്കുറിച്ചും പീരീഡുകളെക്കുറിച്ചുമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നമുക്ക് ലോഗരിതം ടേബിളിനകത്ത് അവൈലബിൾ ആണ്. അത് പരീക്ഷാകാലത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം വിഷമിക്കേണ്ട കാര്യമില്ല. പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും പീരീഡിൽ ഇടത്തു നിന്ന് വലതോട്ട് പോകുമ്പോഴും വ്യത്യാസപ്പെടുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെ വ്യത്യാസപ്പെടുന്നു. അതുപോലെ അയോണിക് റേഡിയസ് പഠിക്കുമ്പോൾ കാറ്റോണിൻ്റെ ആനിയോണിൻ്റെ റേഡിയസിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്. അതുപോലെ ഐസോ ഇലക്ട്രോണിക് അയോൺസ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഐസോ ഇലക്ട്രോണിക് അയോണുകളുടെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. ഐസോ ഇലക്ട്രോണിക് അയോണുകളിൽ സൈസിലുണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണ് അത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കോവലന്റ് റേഡിയസ് ആൻഡ് വാണ്ടർവാൾ റേഡിയസ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. അയോണൈസേഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ഫസ്റ്റിനേക്കാൾ വളരെ കൂടുതലായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്. അതുപോലെ ഗ്രൂപ്പിലും പീരീഡിലും അയണൈസേഷൻ എൻതാൽപ്പി ജനറൽ ട്രെൻഡ് എന്താണ്. ഗ്രൂപ്പിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, പീരീഡിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇത് കൂടാതെ ചില ആറ്റങ്ങളിൽ നമ്മൾ ഈ പഠിക്കുന്ന ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ അയണൈസേഷൻ എൻതാൽപ്പി വരും. ഉദാഹരണത്തിന് നോബൽ ഗ്യാസുകൾക്ക് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വന്നു. അതെന്തുകൊണ്ടാണ്. നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പോൾ കൂടുതലാണ്. അതെന്തുകൊണ്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് വിശദീകരിക്കേണ്ടത്. അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത് വരുന്നതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ അവിടെയും അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ വേണം. പിന്നെ അത് എന്തൊക്കെ ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഗ്രൂപ്പിലും പീരീഡിലും ഇതെങ്ങനെ വ്യത്യാസപ്പെടുന്നു. ഈ ജനറൽ ട്രെൻഡ് ഒബേ ചെയ്യാതെ ചില ആറ്റങ്ങളിൽ മാത്രം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്. ഇപ്പോൾ നോബൽ ഗ്യാസുകളുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവായിട്ട് വരുന്നു. നൈട്രജൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്രാക്ടിക്കലി 0 ആയിട്ട് വരുന്നു. അങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ട്. അതെല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് വിശദീകരിക്കേണ്ടത്. അതുപോലെ തന്നെ വരുന്ന അടുത്തൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ അഫിനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. രണ്ടും ഏകദേശം ഒരേപോലെ വരുന്നതാണെങ്കിലും ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ സിംഗിൾ ആറ്റത്തിൽ, ഒറ്റയ്ക്കിരിക്കുന്ന ആറ്റത്തിൽ, ഐസൊലേറ്റഡ് ആറ്റത്തിലാണ് മെഷർ ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നത് ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആറ്റത്തിലാണ്. ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആറ്റം ബോണ്ടിലെ ഇലക്ട്രോണുകളെ ആകർഷിക്കുന്നു. അതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ടും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇത് രണ്ടും ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി എടുക്കുന്ന സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റത്തിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആറ്റത്തിലുമാണ്. അതാണ് വ്യത്യാസം. പിന്നെ മെറ്റാലിക് പ്രോപ്പർട്ടി, മെറ്റാലിക് ക്യാരക്ടർ, അത് ഗ്രൂപ്പിലും പീരീഡിലും ഒക്കെ എങ്ങനെ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസാണ് ഈ 3rd ചാപ്റ്ററിൽ വരുന്നത്. താരതമ്യേന സിമ്പിളായ ചാപ്റ്ററാണ്. അടുത്ത 4ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് താരതമ്യേന വലിയ ചാപ്റ്ററാണ്. ടെക്സ്റ്റിൽ ധാരാളം പേജുകളിലായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, കെമിക്കൽ ബോണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. മോളിക്കുലർ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, ഇത് രണ്ടിൻ്റെയും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ബോണ്ട് ഓർഡറിൻ്റെ ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. അത് നൈട്രജനിലും ഓക്സിജനിലും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അതുപോലെ ബോണ്ട് ഓർഡർ എന്താണ്, ബോണ്ട് ഓർഡറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് മാഗ്നറ്റിസം വിശദീകരിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവും. നൈട്രജൻ ഡയാമാഗ്നറ്റിക് എന്നും ഓക്സിജൻ പാരാമാഗ്നറ്റിക് എന്നും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതിൽ തന്നെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ തമ്മിലുള്ള വ്യത്യാസം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ വരുന്നത്. പിന്നെ എല്ലാ ഹൈബ്രിഡൈസേഷനുകളും SP, SP2, SP3, SP3D, SP3D2, SP3D3 എല്ലാ ഹൈബ്രിഡൈസേഷനുകളും അവയുടെ നോർമലായി ലഭിക്കുന്ന ബോണ്ട് ആംഗിളുകളും നോർമൽ ഷേപ്പുകളും എക്സാമ്പിളുകളും പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. എല്ലാ ഹൈബ്രിഡൈസേഷനും പഠിച്ചേക്കണം. പിന്നെ ഹൈബ്രിഡൈസേഷൻ ഇതാണെങ്കിലും നമ്മൾ റെഗുലറായി പഠിച്ച ട്രെൻഡിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്ന ചില മോളിക്യൂൾസ് ഉണ്ട്. അവിടെ ആ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാനും ബോണ്ട് ആംഗിൾ കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന VSEPR തിയറി. അപ്പോൾ VSEPR തിയറിയുടെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോണുകൾ വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് മോളിക്യൂളിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത്, അതും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഹൈബ്രിഡൈസേഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ദെൻ VSEPR തിയറി
വാട്ടർ മോളിക്യൂളിലും അമോണിയ മോളിക്യൂളിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് അതിലെ പ്രധാന കാര്യങ്ങൾ. ഇത് കൂടാതെ ഇതിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റ് 1-2 കോൺസെപ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഡൈപോൾ മൊമെൻറ്റും അതിൻ്റെ പ്രാധാന്യം. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഉപയോഗിച്ച് പല മോളിക്യൂൾസിൻ്റെയും ഷേപ്പ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും, ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിളും എല്ലാം അതിൽ നിന്ന് പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ആ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 5ാമത്തെ ചാപ്റ്റർ അതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്യാസ് ലാസ്, വാതക നിയമങ്ങൾ, ഗ്യാസ് ലാസ്, ബോയിൽസ് ലാ, ചാൾസ് ലാ, അവോഗാഡ്രോസ് ലാ, ഇതെല്ലാത്തിൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വേണം. ഇതിനെല്ലാം ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ വേണം, പല രൂപത്തിൽ അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താൻ ആ ഗ്രാഫുകൾ വേണം. പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രോബ്ലം ചെയ്യാനും ചോദിക്കാം. ഇത് കൂടാതെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് അതും വരാവുന്നതാണ്. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അത് കഴിഞ്ഞിട്ട് വാണ്ടർവാൾ ഇക്വേഷനും, ആ വാണ്ടർവാൾ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച ടേമുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു അതും വേണം. ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, അതുപോലെ വേപ്പർ പ്രഷർ, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷനും സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ ക്യാപ്പിലറി ആക്ഷൻ, വാട്ടർ ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് വൈ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതുപോലെ വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ വേണം. ഒരു 2-3 ലിക്വിഡുകൾ തന്നിട്ട് വിസ്കോസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ ക്രമീകരിക്കാൻ പറഞ്ഞാൽ അറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് കെറോസിൻ, വാട്ടർ, ഹണി, വിസ്കോസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് പറഞ്ഞത്. വാട്ട് ഈസ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ വിസ്കോസിറ്റി? ചൂടാക്കുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അത് കുറയുകയാണ് ചെയ്യുന്നത്. സർഫസ് ടെൻഷനും വിസ്കോസിറ്റി ഇത് രണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്, തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ അത്രയും കാര്യങ്ങളാണുള്ളത്. അടുത്ത 6ാമത്തെ ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് താരതമ്യേന പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. എങ്കിലും ചില വർഷങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻട്രോഡക്ടറി പാർട്ടിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വന്ന് ഒതുങ്ങി ഇട്ടിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെർമോഡൈനാമിക് സിസ്റ്റങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അതിനെല്ലാം എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം. പിന്നെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, സൈക്ലിക് പ്രോസസ്, റിവേഴ്സിബിൾ പ്രോസസ്, ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് വിത്ത് എക്സാമ്പിൾ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ചില തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ചിലത് ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകളോടൊപ്പം പാത്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ആ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും എക്സാമ്പിളുകൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ അതിൻ്റെ ഇൻട്രോഡക്ടറി പാർട്ടിൽ വരുന്നതാണ്. അത് കൂടാതെ എൻതാൽപ്പി, ഇന്റേണൽ എനർജി, ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇന്റേണൽ എനർജി എൻതാൽപ്പിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അത് വേണം. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫോം. ദെൻ അത് കൂടുതൽ നമ്മൾ ചോദിച്ചത് ഹെസ്സസ് ലാ ആൻഡ് പ്രോബ്ലംസ്. ഹെസ്സസ് ലായും അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ്. ഹെസ്സസ് ലായെ ബേസ് ചെയ്ത് ഒരു കോമ്പൗണ്ടിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എന്ന രീതിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് 3 ഡേറ്റ തന്നേക്കും. ആ ഡേറ്റ വെച്ചുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എൻട്രോപ്പി. അപ്പോൾ കുറേ പ്രോസസ്സുകൾ തന്നിട്ട് ഇവിടെ എൻട്രോപ്പിയുടെ ഇൻക്രീസിങ് ഓർഡർ, എവിടെയാണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത്, എവിടെയാണ് അല്ലെങ്കിൽ എൻട്രോപ്പി കുറയുന്നത്, അങ്ങനെയുള്ള പ്രോസസ്സുകൾ കുറേ പ്രോസസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കൂടും, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി കൂടും, സോളിഡ് നേരിട്ട് ഗ്യാസ് ആയാൽ എൻട്രോപ്പി കൂടും, മെറ്റൽ അലോയി ആക്കിയാൽ എൻട്രോപ്പി കൂടും, സൊല്യൂഷൻ ആകുമ്പോൾ എൻട്രോപ്പി കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും, എക്സെട്ര. അതെല്ലാം നോക്കി വേണം ഏതൊക്കെ പ്രോസസ്സിലാണ് എൻട്രോപ്പി കൂടുന്നത്. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കും, വാട്ടറിൽ നിന്ന് ഐസ് ഫോം ചെയ്യുന്നു, അപ്പോൾ എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുന്നു? വാട്ടർ ലിക്വിഡാണ്, ഐസ് സോളിഡിലേക്ക് വരുന്നു, എൻട്രോപ്പി കുറയുന്നു. സോഡിയം ക്ലോറൈഡ് ഈസ് ക്രിസ്റ്റലൈസ്ഡ് ഫ്രം NaCl സൊല്യൂഷൻ, എൻട്രോപ്പി കുറയുന്നു. മെറ്റൽ ഈസ് കൺവെർട്ടഡ് ടു അലോയ്, അവിടെ എൻട്രോപ്പി കൂടുന്നു, എക്സെട്ര. ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്?
ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളുടെയും ഫലമായിട്ട് എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോസസ്സിൻ്റെ പ്രോബബിലിറ്റി പറയാൻ പറ്റും. എൻട്രോപ്പി യൂണിവേഴ്സിൽ കൂടുന്നു, അല്ലെങ്കിൽ സിസ്റ്റത്തിന് സറൗണ്ടിങ്സിലൂടെ എൻട്രോപ്പി കൂടുകയാണെങ്കിൽ നമ്മൾ പറയും അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫ്രീ എനർജി ഗിബ്സ്-ഹെൽമോസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ഇക്വേഷൻ. ആ ഇക്വേഷനെ അടിസ്ഥാനപ്പെടുത്തി ഡെൽറ്റ ജി കണ്ടുപിടിക്കുമ്പോൾ, ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് വന്നാൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി 0 ആയിട്ട് വന്നാൽ ആ പ്രോസസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഡെൽറ്റ ജി പോസിറ്റീവായിട്ട് വന്നാൽ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും. അപ്പോൾ ഫ്രീ എനർജി ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്നതിനുള്ള കാരണം. നമ്മൾ എൻട്രോപ്പി ചേഞ്ച് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും കൂടെ ചേഞ്ചുകൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഫ്രീ എനർജി ചേഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ, ഡെൽറ്റ ജി ആണ് എടുക്കുന്നതെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള ഫ്രീ എനർജി ചേഞ്ച് മാത്രം എടുത്താൽ മതി. അത് നെഗറ്റീവായിട്ട് കിട്ടിയാൽ ഉറപ്പായിരിക്കും പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. ഇനി അത് വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ പ്രോസസ് അറ്റൈൻ ഇക്വിലിബ്രിയം? ഏത് ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ് ഇക്വിലിബ്രിയത്തിലാവുന്നത്? നമുക്കറിയാം, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഡെൽറ്റ ജി 0 ആവണം. ഡെൽറ്റ ജി 0 ആയാൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ആവും. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നമുക്ക് തന്നിരിക്കും. അങ്ങനെയാണ് ടി കണ്ടുപിടിക്കാം. ഏത് ടെമ്പറേച്ചർ ഈ പ്രോസസ്സിനെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതും നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്നാമത്തെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. താരതമ്യേന വലിയ ചാപ്റ്ററാണ്. 5 മാർക്ക് തന്നെ, നോർമൽ വെയിറ്റേജ് 5 മാർക്ക് തന്നെ വരും. ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 5ൽ കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ്സുകളുടെ പ്രത്യേകത എന്താണ്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടി പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ഉപയോഗിച്ചും അതുപോലെ പാർഷ്യൽ പ്രഷർ ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കെ സി ആൻഡ് കെ പി അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇനി ഏതൊക്കെ പ്രോസസ്സുകളിലാണ് കെ പിയും കെ സിയും തുല്യമാകുന്നത്? കെ പിയും കെ സിയും തുല്യമാണെങ്കിൽ ഡെൽറ്റ എൻ 0 ആയാൽ മതി. ഡെൽറ്റ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ് ഡെൽറ്റ എൻ. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും മോളിക്യൂൾസ് എണ്ണം തുല്യമായി വരുന്ന റിയാക്ഷനുകളിൽ ഡെൽറ്റ എൻ 0 ആണ്. ആ സമയത്ത് കെ പിയും കെ സിയും തുല്യമായിരിക്കും. ഇനി കെ പി കൂടുതൽ കിട്ടുന്നത് എപ്പോഴാണ്? കെ പിയുടെ വാല്യൂ കെ സിയേക്കാൾ കൂടണമെങ്കിൽ ഡെൽറ്റ എൻ പോസിറ്റീവ് ആയിരിക്കണം. പ്രോഡക്റ്റ് മോളിക്യൂൾസ് എണ്ണം കൂടുതൽ വരുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ കെ പി കെ സിയേക്കാൾ കുറയുന്നത് എപ്പോഴാണ്? ഡെൽറ്റ എൻ നെഗറ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷനും അതുപോലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് വെച്ച് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. എന്നാൽ അതിനേക്കാളും സാധ്യത കൂടുതലുള്ള പ്രോബ്ലംസ് വേറെയുണ്ട്. പിന്നെ വരുന്നത് ലേ ചാറ്റലിയേഴ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് എന്താണ്? ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, പ്രഷറിൻ്റെ ചേഞ്ച്, ഇതൊക്കെയാണ് നമ്മൾ ലേ ചാറ്റലിയർ പ്രിൻസിപ്പിൾ വെച്ച് അപ്ലൈ ചെയ്യുന്നത്. ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. ഇനി വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദ ഫോളോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ് ചോദിക്കാം. പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്? അപ്പോൾ അത് പ്രഷറിൻ്റെ ഇഫക്റ്റ് ചോദിക്കുമ്പം നമുക്ക് 3 ടൈപ്പ് റിയാക്ഷൻ പ്രഷറിൻ്റെ ഇഫക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രോസസ്സുകൾ 3 ടൈപ്പാണ്. ഒന്നാമത്തെ കേസിൽ ഡെൽറ്റ എൻ 0 ആണ്. ഡെൽറ്റ എൻ 0 എന്ന് വെച്ചാൽ റിയാക്റ്റൻ്റ് സൈഡിലുള്ള മോളിക്യൂൾസ് എണ്ണവും പ്രോഡക്റ്റ് മോളിക്യൂൾസ് എണ്ണവും തുല്യമാണ്. അവിടെ പ്രഷറിന് ഇഫക്റ്റ് ഇല്ല. ഈ സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ കൂട്ടിയാലും സിസ്റ്റത്തിന് ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ രണ്ടാമത്തെ പ്രോസസ്സിൽ റിയാക്റ്റൻ്റ് സൈഡിൽ 4 മോളിക്യൂൾസ് ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 2 മോളിക്യൂളേ ഉള്ളൂ. ഫോർവേഡ് റിയാക്ഷൻ്റെ ഫലമായിട്ട് മോളിക്യൂളിൻ്റെ എണ്ണം കൂടുന്നു, ഫോർവേഡ് റിയാക്ഷൻ ഫലമായിട്ട് മോളിക്യൂൾസ് എണ്ണം കുറയുന്നു. അതുകൊണ്ട് തന്നെ പ്രഷറും കുറയുന്നു. ഹൈ പ്രഷർ കൊടുത്താൽ സിസ്റ്റം ഫോർവേഡ് റിയാക്ഷനിലൂടെ പ്രഷർ കുറയ്ക്കും.
അടുത്ത പ്രോസസ്സിലാണെങ്കിൽ ഒരു മോളിക്യൂൾ റിയാക്ട് ചെയ്തു, ഒരു മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്ത് 2 മോളിക്യൂൾ പ്രോഡക്റ്റ് ഉണ്ടായി. ഫോർവേഡ് റിയാക്ഷൻ ഫലമായിട്ട് മോളിക്യൂൾസ് എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നു. അവിടെ നമ്മൾ ഹൈ പ്രഷർ കൊടുത്താൽ ബാക്ക്വേർഡ് റിയാക്ഷനേ നടക്കത്തുള്ളൂ. അപ്പോൾ മോളിക്യൂൾസ് എണ്ണം 2 സൈഡിൽ നോക്കിയിട്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രഷറിൻ്റെ ഇഫക്റ്റ് പറയാൻ പറ്റും. അതാണ് ലേഷറിലെ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രഷറിൻ്റെ ഇഫക്റ്റ് പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റാണ്. എൻഡോതെർമിക് പ്രോസസ്സുകൾ പൊതുവേ ഹൈ ടെമ്പറേച്ചറിൽ ഫേവറബിൾ ആയിരിക്കും. എക്സോതെർമിക് പ്രോസസ്സിലാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ അൺഫേവറബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് അയോണിക് ഇക്വിലിബ്രിയം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇലക്ട്രോലൈറ്റ് എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറീനിയസ് തിയറി, ലോറി ബ്രോൺസ്റ്റർ തിയറി, ലൂയിസ് തിയറി. ലോറി ബ്രോൺസ്റ്റർ തിയറിയുമായി ബന്ധപ്പെട്ട് ആംഫിപ്രോട്ടിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനും പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്ന സ്പീഷീസുകളുണ്ട്, അവയാണ് ആംഫിപ്രോട്ടിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഒരു ആസിഡ് ബേസും തമ്മിൽ ഒരു H+ൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതിൽ H+ കൂടുതലുള്ളതായിരിക്കും എപ്പോഴും ആസിഡ്, H+ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നത് ബേസും ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്പീഷീസ് തന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഒരു H+ കൂടെ കൂട്ടി എഴുതിയാൽ മതി. കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ H+ കുറച്ച് എഴുതണം. ദെൻ ലൂയിസ് തിയറി, ഇലക്ട്രോൺ പെയർ ഡോണർ ബേസ്, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണെങ്കിൽ ആസിഡ്, അതാണ് ലൂയിസ് തിയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വരുന്ന പ്രധാന ക്വസ്റ്റ്യനാണ് pH കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഒരു സൊല്യൂഷൻ്റെ pH എങ്ങനെ കണ്ടുപിടിക്കാം? pHന് ഇക്വേഷൻ ഉണ്ട്, pH - log of H+ ആണ് ഇക്വേഷൻ. അത് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനും ബേസിൻ്റെ pH കണ്ടുപിടിക്കാനും സ്ട്രോങ് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനും ഡൈബേസിക് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനും വീക്ക് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനും വരുന്ന സന്ദർഭങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതാണ്. ദെൻ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരീക്ഷ ചോദിച്ചുള്ളതാണ്. കോമൺ അയോൺ ഇഫക്റ്റ്, അതുപോലെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ലാസ്റ്റിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. അടുത്ത രണ്ടാമത്തെ ടെക്സ്റ്റിലെ 8ാമത്തെ ചാപ്റ്റർ, അതിനകത്ത് റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററാണ്. ആ റിഡോക്സ് റിയാക്ഷനിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. 2, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. 3, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലൂടെ അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡിലൂടെ ഒരു റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്താണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചാപ്റ്ററാണ് ഹൈഡ്രജൻ. 9ാമത്തെ ചാപ്റ്ററാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഹാർഡ്നെസ് എന്തുകൊണ്ടുണ്ടായി, ഹാർഡ് വാട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ബോയിലറിൽ ഹാർഡ് വാട്ടർ ഉപയോഗിച്ചുള്ള കുഴപ്പം എന്താണ്, ഹാർഡ്നെസ് എങ്ങനെ നമുക്ക് നീക്കാൻ പറ്റും, അത് ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും എങ്ങനെ നീക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിൽ വരുന്ന പ്രധാന കാര്യമാണ് ഹൈ ടൈംപർ ഓക്സൈഡ്. ഹൈ ടൈംപർ ഓക്സൈഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, സ്റ്റോറേജ്, റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ ആൻഡ് യൂസസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അത്രയാണ് അതിനകത്തുള്ളത്. then എസ് ബ്ലോക്ക്, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ കുറേ കോമ്പൗണ്ടുകളുടെ പേരും അതിൻ്റെ മോളിക്കുലർ ഫോമിലെയും വെച്ചുകൊണ്ട് ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പം സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, അതുപോലെ കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം, ഇതുപോലെ കുറേ കോമ്പൗണ്ടുകളുണ്ട്. അതിൻ്റെ എല്ലാ പേരും അതിൻ്റെ മോളിക്കുലർ ഫോമിലെയും പഠിച്ചുകൊണ്ട് പോകണം. അതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിനകത്ത് അല്ലാതെ വരുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സോൾവേ പ്രോസസ്സ്, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാസ്റ്റ്നർ കെൽനർ പ്രോസസ്സ്. പിന്നെ സിമൻറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ചുരുക്കി പറയുന്നുണ്ട്, അതും നോക്കണം. ഇതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അടുത്ത ചാപ്റ്ററാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പി ബ്ലോക്കിൽ നമുക്ക് പീരിയോഡിക് ടേബിളിലെ 13ഉം 14 ഗ്രൂപ്പുകളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. 13ാമത്തെ ഗ്രൂപ്പിലെ ബോറോൺ അലൂമിനിയം ഫാമിലിയിൽ പ്രധാനമായും നോക്കേണ്ടത് ബോറാക്സ് എന്ന കോമ്പൗണ്ടിനെ കുറിച്ച് നോക്കണം. ബോറാക്സ് ബീഡ് ടെസ്റ്റ് എന്താണെന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ബോറാക്സിൻ്റെ സൊല്യൂഷൻ ആൽക്കലൈൻ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബോറിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. ബോറിക് ആസിഡിൻ്റെ അസിഡിറ്റി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡൈബോറൈൻ്റെ സ്ട്രക്ചർ, ബനാന ബോണ്ടുകളൊക്കെ ഉള്ള സ്ട്രക്ചർ 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് നോക്കണം. ദെൻ 14ാമത്തെ ഗ്രൂപ്പിൽ, പി ബ്ലോക്കിലെ തന്നെ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാർബണിൻ്റെ അലോട്രോപ്പുകൾ, ഫുള്ളറീൻ വരെ ഉള്ളത്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, അതിൻ്റെ എല്ലാം നോക്കണം. അതുപോലെ കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്യാസ് ആയിട്ട് നിൽക്കുന്നു, എന്നാൽ അതേപോലുള്ളൊരു കോമ്പൗണ്ടാണ് സിലിക്കൺ ഡയോക്സൈഡ്. പക്ഷേ സിലിക്കൺ ഡയോക്സൈഡ് എന്തുകൊണ്ട് സോളിഡായി, അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് അതിന് കാരണം, അക്കാര്യം അറിഞ്ഞിരിക്കണം. അതുപോലെ സിലിക്കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സിലിക്കേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സിലിക്കോണും സിലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ടെക്സ്റ്റിലെ 12ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്ററാണ്.
ആ ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? മോളിക്കുലർ ഫോമുലയുണ്ട്, സ്ട്രക്ചറൽ ഫോമുലയുണ്ട്, കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ട്, കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഉണ്ട്. അതെല്ലാ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയണം. പിന്നെ നെയിമിംഗ് ഓഫ് IUPAC നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവയെ നെയിം ചെയ്യാൻ പഠിക്കണം. ദെൻ ഐസോമെറിസം ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് അത് പഠിക്കണം. അത് കഴിഞ്ഞ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതിൽ ക്രിസ്റ്റലൈസേഷൻ, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, പലതരത്തിലുള്ള ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട. അതുപോലെ തന്നെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് ക്രോമറ്റോഗ്രാഫി, ക്രോമറ്റോഗ്രാഫിയിൽ കോളം ക്രോമറ്റോഗ്രാഫി, പേപ്പർ ക്രോമറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി എല്ലാം വളരെ ചുരുക്കി 2-3 സെൻറ്റൻസുകളിൽ മാത്രം ഒതുക്കി പഠിക്കേണ്ടതാണ്. അതുപോലെ RF വാല്യൂയുടെ പ്രാധാന്യം. പിന്നെ അതിനകത്ത് തന്നെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റുകളെല്ലാം നോക്കണം. റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാർബോകാറ്റയോൺ, കാർബാനിയോൺ നോക്കണം. അതുപോലെ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോമോളിസിസ്, ഹെറ്ററോളിസിസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ എസ്റ്റിമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, എസ്റ്റിമേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതുപോലെ ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കുന്ന ചില ക്വസ്റ്റ്യൻ ഉണ്ട്. ലസൈൻ ടെസ്റ്റ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, ഹാലജൻ, സൾഫർ, അത് കൊള്ളാം. അതുപോലെ തന്നെ ലസൈൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എസ്റ്റിമേഷനിൽ വരുമ്പോഴത്തേക്കും നൈട്രജൻ്റെ എസ്റ്റിമേഷൻ ഡൂമാസ് മെത്തേഡ്, ജെൽദാൾസ് മെത്തേഡ്, അതുപോലെ ഹാലജൻ്റെ എസ്റ്റിമേഷൻ, കാരിയസ് മെത്തേഡ്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിലെ പ്രധാന കാര്യങ്ങൾ. അടുത്ത ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസിൽ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, അതുപോലെ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. അതിൽ ആൽക്കൈനുകളിൽ കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ, എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് ഫോംസ്, അതിനെ വരയ്ക്കണം, അതിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യണം. ആൽക്കീനുകളിൽ പ്രധാനമായിട്ടും വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൽക്കീനുകളുടെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് മാർക്കോണിക്കോവ്സ് റൂൾ, അതുപോലെ പെറോക്സൈഡ് ഇഫക്റ്റ് ശ്രദ്ധിക്കണം. ഓസണോളിസിസ് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അതുപോലെ ജിയോമെട്രിക്കൽ ഐസോമെറിസം ഇൻ ആൽക്കീൻ, സിസ് ട്രാൻസ് ഐസോമെറിസം ഇൻ ആൽക്കീൻ. ആൽക്കൈനുകളുടെ അസിഡിറ്റി എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് കോമ്പൗണ്ടിൽ പ്രധാനമായിട്ടും നോക്കുന്നത് വാട്ട് ഈസ് ആരോമാറ്റിസിറ്റി, വാട്ട് ഈസ് ഹക്കൽ റൂൾ, 4m+2 പൈ ഇലക്ട്രോൺ റൂൾ അല്ലെങ്കിൽ ഹക്കൽ റൂൾ. കുറേ സ്ട്രക്ചറുകൾ തന്നിട്ട് ഇതിലേതാണ് ആരോമാറ്റിക്, ഇതേതാണ് നോൺ ആരോമാറ്റിക്, അത് ചോദിച്ചാൽ നമ്മൾ ആ ഹക്കൽ റൂൾ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബെൻസി റിങ്ങിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ക്ലോറിനേഷൻ ഉണ്ട്, നൈട്രേഷൻ ഉണ്ട്, സൾഫോണേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് ഓഫ് ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്. 5 റിയാക്ഷൻസ് ഉണ്ട്. 5 റിയാക്ഷൻ പഠിക്കണം. ലാസ്റ്റ് ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. താരതമ്യേന നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. അതിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ കോൺസിക്വൻസസ്, അതെങ്ങനെ തടയാം. ദെൻ ആസിഡ് റെയിൻ, അതിൻ്റെ കോൺസിക്വൻസസ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അതിൻ്റെ കോൺസിക്വൻസസ്. പിന്നെ പർട്ടിക്കുലേറ്റ്സ് എന്താണ്, അതുപോലെ സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 തരത്തിലുള്ള സ്മോഗ്, ക്ലാസിക്കൽ സ്മോഗ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ദെൻ വാട്ടർ പൊല്യൂഷൻ, വാട്ടർ എങ്ങനെയൊക്കെ പൊല്യൂട്ടഡ് ആവാം. വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് BOD എന്ന് പറഞ്ഞാൽ എന്താണ്, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളത്തിൽ ഇൻ്റർനാഷണലായി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. അതിലൊരു 3 വാല്യൂ എങ്കിലും പഠിച്ചു വയ്ക്കണം. ദെൻ സോയിൽ പൊല്യൂഷൻ, അതുപോലെ ഗ്രീൻ കെമിസ്ട്രി, ഹൈ ടൈംബർ ഓക്സൈഡ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പാടുള്ള കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ച് ഇക്വേഷൻസും ഒക്കെ നമ്മൾ എഴുതി പഠിച്ച് ബൈഹാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും